ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുവാൻ, ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായൊരവസരം കൂടെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടുകൂടെ ആയിരിക്കുകയാണ്. ഇന്നു മുതൽ നമ്മുടെ ഈ ചൊവ്വാഴ്ചയുള്ളതായ ബൈബിൾ ക്ലാസ്സിൽ സമാഗമന കൂടാരം എന്ന ഒരു വിഷയം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കാലങ്ങളിൽ അധികം നമ്മൾ കേൾക്കാത്തതായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾ അധികം ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാൻ ഇപ്പോൾ കിട്ടാറില്ല. പല ആളുകൾക്കും ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിൽ നാം നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയമാണ് ഈ സമാഗമന കൂടാരം എന്നുള്ളത്. ഈ സമാഗമന കൂടാരം ഈ കാലത്തിൻ്റെ സാദൃശ്യമാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെ തന്നെ ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ യാത്രാവേളയിൽ യഹോവയായ ദൈവം മോശയോട് പറയുന്നതായ വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം തൻ്റെ ജനം യാത്ര ചെയ്യുമ്പോൾ അവരുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനായ ദൈവം. അങ്ങനെ ആ ജനത്തിൻ്റെ നടുവിൽ വസിക്കുവാനായി ഒരാലയം ഉണ്ടാക്കുന്ന കാര്യം, ഒരു മന്ദിരം ഉണ്ടാക്കുന്ന കാര്യം ദൈവം മോശയോട് പറയുകയാണ്. ചുമ്മാ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനല്ല, സ്വർഗത്തിൽ ഒരു മന്ദിരമുണ്ട്. ആ മന്ദിരം ദൈവം മോശയെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ മാതൃക പ്രകാരം, ഞാൻ നിനക്ക് കാണിച്ചു തന്നതായ മാതൃക പ്രകാരം അതുണ്ടാക്കണം. അപ്പോൾ സ്വർഗത്തിലെ മന്ദിരത്തിൻ്റെ മാതൃക ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. അതേ മാതൃക പ്രകാരം കെട്ടിയുണ്ടാക്കിയ ആലയമാണ് സമാഗമന കൂടാരം. നാം എന്തിനാണ് ഈ വിഷയം പഠിക്കുന്നത്? ഈ വിഷയം നാം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്?
എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അപ്പോസ്തലൻ പുതിയ നിയമവിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് പറയുന്ന വാക്കുകളാണ്, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ് ആ കൂടാരം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലത്രേ. നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് നൽകുണപൂർത്തി വരുത്തുവാൻ ഒരു നാൾ കഴിവുള്ളത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ് എന്ന്. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതായ ഈ നന്മകളുടെ എല്ലാം നിഴലാണ് ന്യായപ്രമാണം. ഇന്ന് കാണുന്നതായ ഈ സത്യങ്ങളുടെ എല്ലാം നിഴലാണ് ന്യായപ്രമാണം. ഇന്നത്തെ ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ് സമാഗമന കൂടാരം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. ഇന്ന് നാം അനുഭവിക്കുന്നതായ ആത്മീയ സത്യങ്ങളുടെ നിഴലാണ് ആ കൂടാരം. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാ നന്മകളുടെയും നിഴലാണ് ന്യായപ്രമാണം. ഇന്ന് നാം അനുഭവിക്കുന്നതായ എല്ലാ സത്യങ്ങളുടെയും നിഴലാണ് പഴയ നിയമം. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൽ ഈ 66 പുസ്തകങ്ങൾ, ഈ 66 പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങളിലായി 50 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഈ വിഷയം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ചിന്തിക്കുന്നത്. എന്തിനാണിത് പഠിക്കുന്നത്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും നിഴലാണ് ന്യായപ്രമാണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 5 പുസ്തകങ്ങളിലായി 50 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ 13 അധ്യായങ്ങൾ മുഴുവനും സമാഗമന കൂടാരമാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ 13 അധ്യായങ്ങൾ, പുറപ്പാട് പുസ്തകം 13 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നു. ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായങ്ങൾ സമാഗമന കൂടാരമാണ് വിഷയം. കൂടാരവും കൂടാരത്തിലെ ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാമാണ് വിഷയം. ലേവ്യ പുസ്തകം 18 അധ്യായങ്ങൾ. സംഖ്യാപുസ്തകത്തിൽ 13 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് പറയുന്നത്. സംഖ്യാപുസ്തകത്തിൽ 13 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നു. ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നു. ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായങ്ങൾ. എബ്രായ ലേഖനത്തിൽ
4 അധ്യായങ്ങൾ സമാഗമന കൂടാരമാണ് വിഷയം. എബ്രായ ലേഖനത്തിൽ 4 അധ്യായങ്ങൾ, അങ്ങനെ 50 അധ്യായങ്ങൾ ബൈബിളിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് മാത്രമുണ്ട്. പുറപ്പാട് പുസ്തകം 13 അധ്യായം, ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായം, സംഖ്യാപുസ്തകത്തിൽ 13 അധ്യായങ്ങൾ, ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായങ്ങൾ, എബ്രായ ലേഖനത്തിൽ 4 അധ്യായങ്ങൾ. അപ്പോൾ തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയത്? സമാഗമന കൂടാരം എന്തിന്? നാം ആദ്യം വായിച്ച വാക്യം അതാണ്. പുറപ്പാട് പുസ്തകം 25 അധ്യായം 8 വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായ ആലയമാണ് സമാഗമന കൂടാരം. ഈ ദൈവം എപ്പോഴും മനുഷ്യരോടുകൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, മനുഷ്യരോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരോടുകൂടെ വസിക്കുവാനായി ആഗ്രഹിച്ചു. നമുക്കറിയാം, ദൈവം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയാണ് ദൈവം. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലുമില്ല. ഓർക്കണം, ദൈവം സർവ്വവ്യാപിയാണ്, എന്നാൽ ദൈവ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലുമില്ല. മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ പല ധാരണകളുമുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, ഇല്ലേ? തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം സർവ്വവ്യാപിയാണ്, പക്ഷേ ദൈവ സാന്നിധ്യം എല്ലായിടത്തുമില്ല. ഇല്ലേ? പലരും നമ്മൾ അനുഭവിക്കാറുണ്ട്, നമ്മുടെ അനുഭവമാണ്, പലരുടെ അനുഭവങ്ങൾ പറഞ്ഞു നാം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാനിരുന്നു, ഒരു ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം സർവ്വവ്യാപിയല്ലേ, പിന്നെ എന്ത് സാന്നിധ്യം കിട്ടാതെ പോകുന്നത്? പക്ഷെ നമ്മൾ അനുഭവിക്കുന്നു, പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല, വചനം പറയുമ്പോൾ ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല, ചില കൂടിവരവുകളിൽ ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല. അതെന്താണ്? ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവ സാന്നിധ്യം ലഭിക്കുകയുള്ളൂ. അശുദ്ധി ഉള്ളിടത്തിരിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ഈ എല്ലായിടത്തും ദൈവം സർവ്വവ്യാപി എന്ന് പറയുന്നത്, എല്ലായിടത്തുമുള്ളത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അറിവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. എല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. എല്ലായിടത്തും ദൈവജ്ഞാനത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ അറിവിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ ദൈവം ഇറങ്ങി വരണമെങ്കിൽ അവിടം വിശുദ്ധമായിരിക്കണം. ദൈവ സാന്നിധ്യം, ദൈവം ഇറങ്ങി വരണമെങ്കിൽ അവിടം വിശുദ്ധമായിരിക്കണം. അപ്പോൾ ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയുമ്പോൾ എല്ലായിടത്തും ദൈവത്തിൻ്റെ അറിവുണ്ട്, ദൈവത്തിൻ്റെ കണ്ണുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. എല്ലാ കാര്യം ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. ദൈവം ഇറങ്ങി വരണമെങ്കിൽ അവിടം വിശുദ്ധമായിരിക്കണം. ഈ സമാഗമന കൂടാരം എന്ന വിഷയം
ഇത് നമ്മൾ ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല. ഓർക്കണം, ഈ ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതല്ല, വ്യാഖ്യാനിച്ച് കിട്ടണം. വ്യാഖ്യാനം വേണം. പൊരുൾ തിരിച്ചു കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. ഷണ്ണൻ നല്ല അറിവുള്ളവനാണല്ലോ, നല്ല ബുദ്ധിയുള്ളവനാ. അല്ലെങ്കിൽ എത്യോപ്യ രാജ്ഞി തൻ്റെ സകല ഭണ്ഡാരങ്ങൾക്ക് മേൽവിചാരകനായിട്ട് ഷണ്ണനെ ആക്കില്ല. നല്ല ബുദ്ധിയും ജ്ഞാനവും അറിവും എല്ലാം ഉള്ളവനാണ്. നല്ല പാണ്ഡിത്യമുള്ളവനാണ് ഷണ്ണൻ, എത്യോപ്യക്കാരനായ ഷണ്ണൻ. അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് പോവുക യാത്രയിൽ. അപ്പോഴാണല്ലോ ഫിലിപ്പോസ് ദൈവാത്മാവിനാൽ പ്രേരിതനായി സുവിശേഷം പറയാനായിട്ട് അവൻ്റെ പുറകെ ഓടുന്നത്. ഫിലിപ്പോസ് ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അപ്പോൾ ഷണ്ണൻ പറയുന്നത് എന്താണ്? ഒരുവൻ പൊരുൾ തിരിച്ചു തരാതെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ വ്യാഖ്യാനിച്ചു തരണം. വ്യാഖ്യാനി വേണം, വ്യാഖ്യാനി. ബൈബിളിലെ ചില വിഷയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ വ്യാഖ്യാനിച്ച് ലഭിക്കണം. വ്യാഖ്യാനിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയുള്ളൊരു വിഷയമാണ് സമാഗമന കൂടാരം. നമ്മൾ എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ബൈബിൾ എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാവുകയില്ല. ആ വിഷയം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ വ്യാഖ്യാനിച്ച് ലഭിക്കണം. വ്യാഖ്യാനം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 24:27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവിടെ നമ്മൾ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക്, എമ്മൗസിലേക്ക് പോകുന്നതായ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് ആ ഭാഗത്ത് നാം വായിക്കുന്നത്. അവിടെ മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് എഴുതി വെച്ചു. പക്ഷെ അത് പൊരുളെഴുതി മനസ്സിലാക്കി കിട്ടണമെങ്കിൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്താൽ മാത്രമേ മനസ്സിലാക്കി കിട്ടുകയുള്ളൂ. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് എഴുതി വെച്ചത് കർത്താവ് അവർക്കത് വ്യാഖ്യാനിച്ചു കൊടുത്തു. വ്യാഖ്യാനിച്ചു കൊടുത്താൽ മാത്രമേ എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലാകുകയുള്ളൂ. ഈ പ്രതീകാത്മകമായി കണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് വ്യാഖ്യാനം. പല കാര്യങ്ങളും പ്രതീകാത്മകമായി കാണുന്നതായ കാര്യങ്ങൾ അത് എന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കണം, വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് വ്യാഖ്യാനം. ഈ സമാഗമന കൂടാരം എന്ന വിഷയം നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ആത്മീയ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ചു തരുവാൻ, കർത്താവേ, ഞങ്ങൾക്ക് ഇതുവരെയും വെളിപ്പെട്ട് കിട്ടാത്തതായ ചില ആത്മീക മർമ്മങ്ങൾ, ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമാണ് എന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിച്ചു. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതായ നന്മകളുടെ എല്ലാം നിഴലാണ് എന്ന് ഞങ്ങൾ വായിച്ചു. ഇന്ന് ഞങ്ങൾ കാണുന്നതായ ഇന്നത്തെ ഈ സത്യങ്ങളുടെ എല്ലാം നിഴലാണ് എന്ന് ഞങ്ങൾ വായിച്ചു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഞങ്ങൾ ഇന്ന് സുവിശേഷ വേല ചെയ്യുകയും എല്ലാം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതായ എല്ലാ ആത്മീയ അനുഭവങ്ങളുടെയും നിഴലാണ് സമാഗമന കൂടാരമെന്ന് ഞങ്ങൾ നിന്റെ വചനത്തിൽ വായിച്ചു. കർത്താവേ, അതെന്തെല്ലാമാണ് എന്ന് ഞങ്ങൾക്ക് പൊരുൾ തിരിച്ചു തരണമേ. ഞങ്ങൾക്കിന്ന് അനുഭവിക്കുവാൻ, ഞങ്ങൾക്കിന്ന് ആത്മീയമായി അനുഭവിക്കുവാൻ തക്കവണ്ണം
സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതും സൂക്ഷിച്ചിട്ടുമുള്ളതായ കാര്യങ്ങളുടെ നിഴല് എന്താണെന്നെല്ലാം മനസ്സിലായി കിട്ടുവാനും മാത്രമല്ല, ഞങ്ങളുടെ ബുദ്ധിയിൽ ഇത് പഠിച്ച് ഞങ്ങളുടെ ബുദ്ധിയിൽ ഞങ്ങൾ അറിവ് നേടാൻ ജ്ഞാനികളാകാനല്ല, ഞങ്ങൾക്കിതെല്ലാം അനുഭവിക്കുവാൻ ഭാഗ്യം തരണമേ. എല്ലാ രംഗങ്ങളിലേക്ക് അവിടുത്തെ തിരുവചനത്തിന്റെ പൊരുതെളിച്ച് ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. കർത്താവേ, ഞങ്ങൾ ഇതുവരെയും കാണാത്തതും അറിയാത്തതുമായ ആത്മീക അനുഭവങ്ങളുടെ മേഖലകളിലേക്ക് ഞങ്ങളെ ആത്മാവ് നടത്തണമേ. ഞങ്ങൾ ആത്മാവിലാകുവാൻ, കർത്താവേ, നിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ആത്മനിറവിലാകുവാൻ, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിൻ്റെ മനോഹാരിത ഞങ്ങൾക്ക് ആസ്വദിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം സൂക്ഷിച്ചിരിക്കുന്ന ആത്മീകമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ആവോളം അനുഭവിക്കുവാൻ, ആത്മനിറവുള്ളവരായി തീരുവാൻ, ആത്മാവിൻ്റെ അനുഭവങ്ങളുടെ മേഖലകളിൽ പറന്ന് ആനന്ദിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഞങ്ങളുടെ കാത് കേട്ടിട്ടില്ലാത്തതുമെല്ലാം ഞങ്ങൾക്ക് അനുഭവമാക്കി തരണമേ. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വഴികളിൽ കൂടെ ഞങ്ങൾ നടത്തുവാൻ, ഈ വഴിയെ നിങ്ങളിതിനു മുമ്പേ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതുവരെയും നടന്നിട്ടില്ലാത്ത പുതിയ ആത്മാവിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കൊതിയാണ്. നമുക്ക് ആഗ്രഹമുണ്ടോ കർത്താവേ? ഞങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലാത്ത ആത്മാവിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നടക്കണം. ഞങ്ങൾ കേട്ടത് തന്നെ കേട്ട് നടക്കാനല്ല കർത്താവേ, കണ്ടത് തന്നെ കണ്ടു നടക്കാനല്ല കർത്താവേ, മറ്റാരെയും നോക്കി നടക്കാനല്ല കർത്താവേ. ഈ വഴിയെ നിങ്ങൾ ഇതിനു മുമ്പേ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ ദാസന്മാരിലൂടെ തൻ്റെ ജനത നടത്തിയ ദൈവമേ, ഞങ്ങളെയും ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്ത ആത്മാവിൻ്റെ വഴികളിൽ കൂടെ അവിടുന്ന് ഞങ്ങളെ തെറ്റുപറ്റാതെ നടത്താൻ ഈ വചനധ്യാനം ഞങ്ങൾക്ക് സഹായമായി തീരണം എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഈ പഴയ നിയമം പഠിക്കുന്നത്? പലരും പറയും പഴയ നിയമം അതത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, ചില ആളുകളൊക്കെ പറയും ഈ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും ഒന്നും പഠിക്കണ്ട എന്ന്. ഞാനും കേട്ടിട്ടുണ്ട്, ഈ വെളിപ്പാട് പുസ്തകം ഒന്നും പഠിക്കണ്ട എന്ന്, ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും ഒന്നും പഠിക്കണ്ട എന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഒന്ന്, അതല്ല എന്നെ എഴുതിയിരിക്കണമെന്ന് അവർക്ക് അറിയാൻ പാടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പാടില്ല. ഇനി അതറിയാനോ പഠിക്കാനോ അവർക്ക് താല്പര്യമില്ല. പഠിച്ചാലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് പഠിച്ചാലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പഠിക്കാനും താല്പര്യമില്ല, അതൊരു പഠിക്കണ്ട, എളുപ്പമായില്ലേ? അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ന്യായപ്രമാണം വേണ്ട, ഈ പഴയ നിയമം വേണ്ട, നമുക്ക് പുതിയ നിയമമുണ്ട്, സുവിശേഷം ഉണ്ടല്ലോ, അത് വായിച്ചാൽ പോരെ, സുവിശേഷം ഉണ്ട്, അത് വായിച്ചാൽ പോരെ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും അറിയാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. എന്താണ് ഈ പഴയ നിയമം? ഗലാത്യ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 3:24. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലകനാണ്. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ, നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ ശിശുപാലകനാണ് ആര്? ന്യായപ്രമാണം. ഇല്ല, നമ്മളൊരു കൊച്ചുകുട്ടികളെ കിൻഡർ ഗാർഡനിൽ വിടും ഇല്ലേ? പണ്ടൊക്കെ ആശാമാട്ടൽ വിടും. ഇപ്പം അങ്ങനെ അംഗൻവാടിയായി. പിന്നെ LKG, UKG, 1-ാം ക്ലാസ്, ഇതൊക്കെയാണ് ഈ ശിശുപാലകനായി എന്ന് പറഞ്ഞാൽ. ഈ ക്ലാസ്സുകളെല്ലാം പഠിച്ച ശേഷമാണ് നമ്മൾ 10-ാം ക്ലാസ്സിലെത്തുന്നത്. അല്ലെങ്കിൽ +2-നും ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഈ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷമാണ്. ഈ ചില ആളുകൾ പറയുന്നത്, ഈ 10-ലെത്തിയ ഞാൻ ഇനി 1-ാം ക്ലാസ്സിൽ പഠിക്കണോ? ഞാൻ 10-ലെത്തി,
ഈ 10ാം ക്ലാസ്സിലെത്തിയ ഞാൻ ഒന്നിൽ പഠിക്കണോ? നിങ്ങൾക്കറിയാം, നമ്മൾ ഓർക്കണം, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് ആ ആള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയാം, ഇല്ലേ? അറിയാൻ പാടില്ല, അറിയണ്ടേ? ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഈ 10ൽ പഠിക്കുന്ന ഞാൻ എന്തിനാണ് 1ാം ക്ലാസ്സിൽ പോയി പഠിക്കണം എന്നാണ് ചോദിക്കുന്നത്. ശരിയാണോ? ശരിയല്ലേ? ന്യായപ്രമാണം എന്താണ്? നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം പഠിപ്പിക്കണം, അല്ലേ? ശിശുപാലകനാണ്. ഇപ്പം 10ൽ എത്തിയ ഞാൻ എന്തിനാണ് ഇനി നഴ്സറിയിലേക്ക് പോണത്? പലരും ചോദിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഈ 10ലാണ് പഠിക്കണമെന്ന് എങ്ങനെയാണ് അറിയണേ? എങ്ങനെയാണ് അറിയണേ? ഞാൻ 10ലാണ് ഇപ്പോൾ പഠിക്കുന്നതെന്ന് എങ്ങനെയാണ് അറിയണേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ 1ാം ക്ലാസ്സിലെ കാര്യമൊക്കെ അറിയാവോ? ഈ 1ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ അറിയാവോ? 10ലാണ് പഠിക്കുന്ന ആരാ പറഞ്ഞ്? യേശുവിൻ്റെ അടുത്താണോ നിൽക്കണേ? ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുന്ന ശിശുപാലകനാണ് ആര്? ന്യായപ്രമാണം. യേശുവിൻ്റെ അടുത്ത് ചേർന്ന് യേശുവിൻ്റെ ഒട്ടിയാണോ നിൽക്കുന്നത്? ആണോ? നാം എന്തിനാണ് ഈ കൂട്ടായ്മ കൂടുന്ന വചനം പിടിക്കുകയൊക്കെ ചെയ്യുന്നത്? എനിക്കെൻ്റെ യേശുവിനോട് കൂടെ ചേരണം, എനിക്ക് അവൻ്റെ അടുത്ത് നിൽക്കണം. അതിനല്ലേ ഇതൊക്കെ? എനിക്ക് അവൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നടത്തുന്നതാണ് എന്ത്? ഇപ്പം ഈ 10ാം ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറയുന്നവർക്കൊക്കെ 1ാം ക്ലാസ്സിലെ കാര്യമൊക്കെ അറിയാവോ? ഞാനും മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. എനിക്കൊന്ന് സമാഗമന കൂടാതെ വിഷയമായിട്ട് പലരുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു ആകർഷണം തോന്നി, ഈ വിഷയത്തോടൊരു ആകർഷണം തോന്നി. പലരുടെയും പ്രസംഗങ്ങൾ കേട്ടപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ അന്ന് എനിക്ക് കിട്ടാവുന്ന അത്രയും പുസ്തകങ്ങളെല്ലാം ഞാൻ സമാഗമന കൂടാരത്തെക്കുറിച്ച് വാങ്ങിയിട്ടുണ്ട്. ഞാൻ എവിടെയെല്ലാം എറണാകുളത്ത് തമ്പിച്ചൻ്റെ ബുക്ക് സ്റ്റാളിൽ സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഏതെല്ലാം പുസ്തകമുണ്ടോ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചില വർഷങ്ങളൊക്കെ മാരാമൺ കൺവെൻഷൻ പോകുമായിരുന്നു പുസ്തകം മേടിക്കാൻ വേണ്ടി. അവിടെ ബുക്ക് സ്റ്റാളുകളിലൊക്കെ പോയി ഈ സമാഗമന കൂടാരം എന്നുള്ള കാര്യങ്ങൾ കാണുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കും. കാരണം പഠിക്കാനൊരു താല്പര്യം തോന്നി. ചില പ്രസംഗങ്ങൾ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള ചില പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഓർക്കേണ്ട ഒരിക്കലും പ്രസംഗം ഞാൻ കേട്ടത് ഈ സമാഗമന കൂടാരത്തിൻ്റെ കുറ്റികൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ മറശീല ആ ചുറ്റുമുള്ള അതിൻ്റെ ചുറ്റുമുള്ള ഇത് ആ ശീലകൾ ചില തൂണുകളിൽ ഉറപ്പിക്കുന്നു. ആ തൂണുകൾ ചെരിഞ്ഞു പോകാതെ ആ കയറ് വലിച്ചു കെട്ടാനായിട്ട് അടിക്കുന്ന കുറ്റിയെക്കുറിച്ചൊരു പ്രസംഗം ഞാൻ കേട്ടു. ഒറ്റ വിഷയമുള്ളൂ, ഒരു 1.5 മണിക്കൂർ പ്രസംഗം സമാഗമനോട് അതിൻ്റെ കുറ്റിയാണ്. അപ്പോൾ ആ വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വിഷയം പഠിക്കാനായിട്ട് താല്പര്യം തോന്നി. പക്ഷേ ഞാൻ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. ഞാനിത് ക്ലാസ് എടുക്കാനായിട്ട് അങ്ങനെ തയ്യാറെടുപ്പ് ഞാനൊന്ന് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ 1ാം ക്ലാസ്സിലെ കാര്യങ്ങൾ പോലും പലർക്കും എന്താ അങ്ങനെയാണല്ലോ. നമ്മൾ ഇല്ലേ, ന്യായപ്രമാണം ശിശുപാലകനാണ്. ഞാനിച്ചിരി വലുതായില്ലേ. പക്ഷേ 10ലാണ് പഠിക്കണമെങ്കിലും ഈ കിൻഡർ ഗാർഡൻ പഠിക്കുന്ന കൊച്ചിനും അറിയാവുന്ന കാര്യം പോലും. അപ്പോൾ നമ്മൾ ഇത്ര ഓർക്കുക, ഈ ന്യായപ്രമാണം അപ്പോസ്തലൻ പറയുന്നല്ലേ, ഗലാത്യലേഖനം 3:24, ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി. അപ്പോൾ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാൻ ഒരു കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ലളിതമായി പറഞ്ഞു തരുന്നതാണ് എന്ത്? ഈ ന്യായപ്രമാണം എന്നുള്ളത്. കൊലോസ്യ ലേഖനം 2:16. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. വരുവാനുള്ളവരുടെ നിഴലത്രേ. വരാനിരുന്ന പുതിയ നിയമ സത്യങ്ങളുടെ നിഴലാണേത്? പഴയ നിയമം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായ ഈ പുതിയ നിയമ സത്യങ്ങളുടെ എല്ലാം നിഴലാണ് പഴയ നിയമം. അപ്പോൾ ഇതൊന്നും പഠിക്കണ്ട, അതിനൊന്നും ആവശ്യമില്ല
എന്ന് പറയുന്നവർ ഇതെന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരും ഇതൊക്കെ പഠിക്കാനായിട്ടൊരു താല്പര്യവുമില്ലാത്തവരുമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സമാഗമന കൂടാരം എന്ന ഒറ്റ വിഷയം തന്നെ ബൈബിളിൽ 50 അധ്യായങ്ങളിലുണ്ട്. വാസ്തവത്തിൽ പഴയ നിയമം വ്യാഖ്യാനിച്ചു തരുന്നൊരു പുസ്തകമാണ് എബ്രായ ലേഖനം. പഴയ നിയമത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് വ്യാഖ്യാനിച്ചു തരുന്നൊരു പുസ്തകമാണ് എബ്രായ ലേഖനം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമാഗമന കൂടാരമെന്ന ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഞാനതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഗൂഗിളിൽ ടാബർനാക്കിൾ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ടാബർനാക്കിൾ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ ഒരു പിക്ചർ, സമാഗമന കൂടാരത്തിൻ്റെ ഒരു പിക്ചറാണ് ഇട്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ പല സ്ഥലങ്ങളിലായിട്ട് പാളയമടിച്ച് താമസിക്കും. അവർ പാളയമടിച്ച് താമസിക്കുമ്പോൾ അവരുടെ പാളയത്തിന് നടുവിലായി ഈ സമാഗമന കൂടാരം അവർ വലിച്ചു കെട്ടും. 12 ഗോത്രങ്ങളാണ്. ഈ സമാഗമന കൂടാരത്തിൻ്റെ തെക്കും കിഴക്കും വടക്കുമായിട്ട് നിരനിരയായി അവർ കൂടാരമെടുത്ത് താമസിക്കും. ഏതാണ്ട് 30 ലക്ഷത്തോടടുക്ക് വരുന്ന ഒരു കൂട്ടമാണ് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ആ ഇസ്രായേൽ പാളയത്തിലെ ജനസംഖ്യ എത്ര വലുതാണെന്ന് നമ്മൾ ഓർക്കണം. 4 ഗോത്രങ്ങൾ വീതം, വടക്ക് ഇന്ന ഗോത്രം, തെക്ക് ഇന്ന ഗോത്രം, കിഴക്ക് ഇന്ന ഗോത്രം, പടിഞ്ഞാറ് ഇന്ന ഗോത്രം, ഇന്ന ഗോത്രങ്ങൾ എന്നെല്ലാം കൃത്യമായ പ്രമാണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവർ കൃത്യമായി കൂടാരങ്ങൾ അടിച്ച് മരുഭൂമിയിൽ പാർക്കുമ്പോൾ ഇസ്രായേൽ കൂടാരങ്ങളുടെ നടുവിൽ മധ്യത്തിലായി അവർ സമാഗമന കൂടാരം കിട്ടും. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലെല്ലാം നമ്മൾ പഠിച്ചു വരികയാണ്. അത് ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം. സമാഗമന കൂടാരത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സമാഗമന കൂടാരത്തിൻ്റെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. 3 ഭാഗങ്ങൾ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇപ്പോൾ നമ്മൾ കാണുന്നതായ ചിത്രത്തിൽ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. പുരോഹിതന്മാരൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട്. യാഗപീഠം, ആ പുക ഉയരുന്നത്, യാഗം അർപ്പിക്കുന്ന പുക ഉയരുന്നത്, അത് പ്രാകാരത്തിലാണ്. പ്രാകാരവാതിൽ, ഒന്നാമത് കാണുന്ന പ്രാകാരവാതിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, യാഗപീഠം പ്രാകാരത്തിലാണത്. രണ്ടാമത് കാണുന്നത് താമരത്തൊട്ടിയാണ്. പിച്ചളത്തൊട്ടി എന്ന് പറയും, താമരത്തൊട്ടി. രണ്ടാമത് കാണുന്നത് താമരത്തൊട്ടി. വീണ്ടും മൂടിയിട്ടിരിക്കുന്നൊരു ഭാഗം കാണുന്നുണ്ട്. അത് പലകകളാൽ, അമ്പാഴം ചെലുത്തിയ പലകകളാൽ ഉണ്ടാക്കി, അതൊക്കെ ഓരോന്നും പഠിച്ചു വരും, ഉണ്ടാക്കുകയും അതിന് മുകളിൽ മൂടി വിരിയിട്ടുണ്ട്. മൂടി വിരിയിട്ട് മൂടിയിരിക്കുന്നതുമായ ഒന്നാണ് ഈ ഒരു ഭാഗം കാണുന്നുണ്ട്. അതിനകത്താണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. നമ്മളിപ്പോൾ കാണുന്നത് വിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതായ മറശീലയുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു തിരശീലയുണ്ട്. ആ തിരശീലയ്ക്ക് അപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലമുള്ളത്. ഞാൻ അടുത്ത ദിവസം അതൊന്നുകൂടെ ക്ലിയറായിട്ട് കാണുന്ന ആ മൂടിവിരി മാറ്റി ഉൾഭാഗം കാണുന്ന പിക്ചർ ഞാൻ അടുത്ത തവണ പറഞ്ഞു തന്നോളാം. അപ്പോൾ ഇങ്ങനെ പ്രാകാരം, അപ്പോൾ ആ മൂടുവിരി ഇട്ടിരിക്കുന്നതിന് ഉള്ളിലാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉള്ളത്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് സമാഗമന കൂടാരത്തിനുള്ളത്. അതിന് ചുറ്റും 60 തൂണുകളുണ്ട്. 60 തൂണുകൾ. നീളത്തിലുള്ളതായ 2 വശങ്ങളിലും 20 തൂണുകൾ വീതവും, മറ്റ് വീതി കുറഞ്ഞതായ വശത്ത് 10 തൂണുകൾ വീതവും,
അങ്ങനെ 60 തൂണുകളാണുള്ളത്. ആ തൂണുകളെല്ലാം വെള്ളിച്ചൂടുകളിൽ ഉറപ്പിച്ച് അത് കയറുകൊണ്ട് കെട്ടി കുറ്റികൾ കെട്ടി ആ തൂണുകളിലൂടെ ശീല വിരിച്ച് കെട്ടിയാണ് പ്രാകാരം തയ്യാറാക്കുന്നത്. ഈ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വാതിൽമറ കടന്നാണ്. വാതിൽമറ, ആ വാതിൽമറ ഒന്നേ ഉള്ളൂ. ഇത്രയും 30 ലക്ഷം ആളുകളുണ്ടെങ്കിലും അതിനകത്തേക്ക് കയറണമെങ്കിൽ ഒറ്റ വാതിലേ ഉള്ളൂ. സമാഗമന കൂടാരത്തിന് ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതിലിൽ 4 തൂണുകളിലായി വാതിൽ മറ വലിച്ച് വിരിച്ച് കെട്ടിയിരുന്നു. ഈ സമാഗമന കൂടാരം 4 കാര്യങ്ങൾക്ക് സാദൃശ്യമാണ്. അതിന് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വരുവാനുള്ള നന്മകളുടെ നിഴലാണെന്ന് പറഞ്ഞല്ലോ. 4 കാര്യങ്ങൾക്ക് സാദൃശ്യമാണ് ഈ സമാഗമന കൂടാരം. 1, കർത്താവായ യേശുക്രിസ്തുവിന് സാദൃശ്യമാണ്. 2, പുതിയ നിയമ സഭയുടെ സാദൃശ്യമാണ്. 3, വിശ്വാസികളായ നമുക്ക്, ഒരു വിശ്വാസിക്ക് സാദൃശ്യമാണ്. 4, പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും സാദൃശ്യമാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾക്ക് സാദൃശ്യമായി ഈ സമാഗമന കൂടാരത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇതിനൊക്കെയാണ് യേശുക്രിസ്തുവിന് സാദൃശ്യമാണ്, പുതിയ നിയമ സഭയുടെ സാദൃശ്യമാണ്, പുതിയ നിയമ വിശ്വാസിക്ക് സാദൃശ്യമാണ്, പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും സാദൃശ്യമാണ്. അതൊക്കെ വിശദമായി നമുക്ക് പഠിച്ചു വരാം. ഇങ്ങനെ 4 കാര്യങ്ങൾക്ക് സാദൃശ്യമായി നമുക്ക് ഈ സമാഗമന കൂടാരത്തെ കാണാം. ഞാൻ പറഞ്ഞു 3 ഭാഗങ്ങളാണുള്ളത്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം ന്യായപ്രമാണകാലമാണ്, ന്യായപ്രമാണകാലം. വിശുദ്ധ സ്ഥലം സഭാകാലമാണ്, സഭായുഗം, സഭാകാലം. അതിവിശുദ്ധ സ്ഥലം നിത്യസ്വർഗമാണ്, നിത്യയുഗം. ന്യായപ്രമാണ യുഗം, സഭായുഗം, നിത്യയുഗം. ഇതൊക്കെ നമുക്ക് വിശദമായി പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാവുന്നതായ കാര്യങ്ങളാണ്. പ്രധാനമായും സമാഗമന കൂടാരത്തിനകത്തുള്ള ഉപകരണങ്ങൾ ഓരോന്നുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സമാഗമന കൂടാരത്തിനകത്തേക്ക് കയറി വരാൻ ഒരൊറ്റ വാതിലേ ഉള്ളൂ, വാതിൽ ഒന്നേ ഉള്ളൂ. ഇത്രയും ആളുകൾ, അതിന് 4 വശത്തും വാതിലുണ്ടെങ്കിൽ വളരെ സൗകര്യപ്രദമായി വന്ന് അവർക്കെല്ലാവർക്കും വന്ന് ആരാധിച്ച് പോകാമായിരുന്നല്ലോ. വളരെ സൗകര്യപ്രദമായിട്ട് വരാനും ഇറങ്ങിപ്പോകാനും ഒക്കെ വലിയ സൗകര്യം. എന്തിനാണ് ഈ തിക്കി തിരക്കി ഒരു വാതിൽ ഒത്തിരി ഇല്ല, ഒരൊറ്റ വാതിലേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന ഏക രക്ഷകൻ മാത്രം, ഏക വാതിൽ. രക്ഷയിലേക്ക് വരണമോ, ആരാധനയിലേക്ക് വരണമോ, ആത്മാവിൻ്റെ അനുഭവങ്ങളിലേക്ക് വരണമോ, ദൈവ സാന്നിധ്യത്തിലേക്ക് വരണമോ, നിത്യസ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരണമോ, ഒരൊറ്റ വാതിലേ ഉള്ളൂ. അനേക വാതിലുകളില്ല. മറ്റൊരുത്തനതിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരൊറ്റ വാതിൽ മാത്രം, ഏകവാതിൽ മാത്രം, യേശുക്രിസ്തു എന്ന ഏക രക്ഷകൻ മാത്രം. ഒത്തിരി വാതിലുകൾ സ്വർഗം തുറന്നിട്ടില്ല. ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, പാപപരിഹാരം അനുഭവിപ്പാൻ, നിത്യതയുടെ അവകാശിയായി മാറുവാൻ ഒരേ ഒരുവൻ മാത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വാതിൽ. ഈ വാതിൽ ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ് ഈ വാതിൽ. കർത്താവായ യേശുക്രിസ്തു എന്ന വാതിൽ. ആ വാതിൽ തൂക്കിയിരിക്കുന്ന 4 തൂണുകളാണ്. 4 തൂണുകൾ നമുക്ക് കാണാൻ കഴിയും. 4 തൂണുകളിലായി വാതിൽ മറ തൂക്കിയിട്ടിരിക്കുന്നു. മനോഹരമായി വിടർന്നു കിടക്കുന്നു. അതിൽ 2 വാതിലോടെ പൊക്കി വയ്ക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്.
ഈ വാതിൽ അടയ്ക്കില്ല കേട്ടോ, ഒരിക്കലും അടയ്ക്കില്ല, എപ്പോഴും തുറന്നു കിടക്കുന്ന വാതിലാണ്. പൂട്ടില്ല, അടച്ചു പൂട്ടുന്ന വാതിലല്ല ഇതിൻ്റെ വാതിൽ, എപ്പോഴും തുറന്നു കിടക്കുന്ന വാതിലാണിത്. അപ്പോൾ ഈ വാതിൽ മറ കാണിക്കുന്നത് കർത്താവായ യേശുവിനെയാണ്. 4 സുവിശേഷങ്ങളിലായി വിടർന്നു നിൽക്കുന്ന ക്രിസ്തു. ആ വാതിൽ മറ വിടർത്തി കെട്ടുവാൻ വേണ്ടി, അതിങ്ങനെ വിടർത്തി കാണിക്കാനായിട്ട് 4 തൂണുകളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇങ്ങനെ 4 സുവിശേഷങ്ങളിലായി സകല മനുഷ്യരെയും മുമ്പിൽ വിടർത്തി കാട്ടുന്ന ഏക രക്ഷകനായ ക്രിസ്തുവിനെയാണ് ആ വാതിൽ മറ കാണിക്കുന്നത്. 4 സുവിശേഷങ്ങളിൽ വിടർന്നു കിടക്കുന്ന ക്രിസ്തു. ആദ്യം കടന്നു ചെല്ലുന്നത് യാഗപീഠമാണ്. ഇതിന് മുകളിൽ മൂടിയൊന്നും ഇട്ടിട്ടില്ല, മറച്ചു വച്ചിട്ടില്ല. കാരണം യാഗപീഠം താമ്രത്തൊട്ട് 2 ഉപകരണങ്ങൾ, അത് രണ്ടും തുറന്നു കിടക്കുക. അതിന് മുകളിലോ മൂടി കൊണ്ടോ തിരുനിവാസത്തിൻ്റെ പലക കൊണ്ടോ ഒന്നും മറച്ചിട്ടില്ല. പക്ഷേ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തിരുനിവാസത്തിൻ്റെ പലകകളും വാതിൽ മറയും തിരശീലയും മൂടുവിരിയും ഇതെല്ലാം കൊണ്ട് മറച്ചിരിക്കുകയാണ്. വലിയ സത്യമുണ്ട് കേട്ടോ ഇതിനൊക്കെ, ഇതിൻ്റെ വലിയ സത്യമുണ്ട്. ഇവിടെ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്നാൽ അവിടെ തങ്ക നിലവിളക്കുണ്ട്, കാഴ്ചയപ്പത്തിന് മേശയുണ്ട്, ധൂപപീഠമുണ്ട്. 3 ഉപകരണങ്ങളുണ്ട്. തങ്ക നിലവിളക്ക്, കാഴ്ചയപ്പത്തിന് മേശ, ധൂപപീഠം. വീണ്ടും തിരശീലയാണ്. ആ തിരശീല കടന്നു എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനമാണ്. സാക്ഷ്യപ്പെട്ടകം, കൃപാസനം, അതിവിശുദ്ധ സ്ഥലം. എന്തുകൊണ്ടായിരിക്കാം അതൊക്കെ ഇങ്ങനെ മൂടി വച്ചിരിക്കുന്നത്? ചില സത്യങ്ങൾ നാം മനസ്സിലാക്കണം. ഈ യാഗപീഠം തുറന്നു കിടക്കുകയാണ്. രക്ഷയാണ്, ക്രൂശിലെ രക്ഷയാണ്. ക്രൂശിലെ രക്ഷ പരസ്യമായി തുറന്നു കിടക്കുകയാണ്. ഈ താമ്രത്തൊട്ടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നിഴല. ഈ ഉപകരണങ്ങളുണ്ടല്ലോ, ഈ ഉപകരണങ്ങൾ താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിന് നിഴലാണ്. ഓരോന്നും ഒത്തിരി പഠിക്കാനുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ജനറലായിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും ഇരിക്കുന്നതും നടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പരസ്യമായി തുറന്നു വയ്ക്കുന്ന കാര്യങ്ങളല്ല. അതൊരു വലിയ ആത്മീയ സത്യം മനസ്സിലാക്കണം. നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ എന്നുള്ളത് സുവിശേഷം പരസ്യമായി വിളിച്ചു പറയാനുള്ളതാണ്. പരസ്യമായി ഏത് കവലയിലും വിളിച്ചു പറയാം, ചന്തയിൽ വിളിച്ചു പറയാം, കടൽക്കരയിൽ വിളിച്ചു പറയാം, ഇല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ ചന്തസ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട്, ഇല്ലേ? ഏത് കവലയിലും പരസ്യമായി വിളിച്ചു പറയുന്നതാണ് എന്ത്? സുവിശേഷം, രക്ഷ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതും ഈ 2 ഉപകരണങ്ങൾ പരസ്യമായിട്ട്. എന്നാൽ മറ്റുള്ളതെല്ലാം മൂടി വച്ചിരിക്കുകയാണ്. അത് എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്താനുള്ളതല്ല, എല്ലാവർക്കും വെളിപ്പെടുത്താനുള്ളതല്ല. അത് അടുത്ത് വരുന്നവൻ അനുഭവിക്കാനുള്ളതാണ്, അകത്ത് കയറി വരുന്നവൻ അനുഭവിക്കാനുള്ളതാണ്. ഇന്നെന്താ നാം കാണുന്നത്? ഞാൻ പറയട്ടെ, ഈ പല കാര്യങ്ങളും ഈ പണ്ട് കാലങ്ങളിലെല്ലാം, പണ്ടല്ല ഇപ്പോഴും നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് ഈ വിശുദ്ധ കുർബാന അത് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അങ്ങ് വരുമ്പോൾ, ആ മഹത്വകരമായ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിശ്വാസികളെല്ലാം വെളിയിൽ പോകണമെന്നാണ്. വിശ്വാസികൾ കർത്താവിൻ്റെ ജയമുള്ള സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൽ പങ്കാകാൻ പറ്റുകയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നിപ്പോൾ മാധ്യമങ്ങളും മീഡിയാസും എല്ലാം ഉണ്ടല്ലോ. പണ്ട് ഈ പൗർഷൻ ടി വി എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ശാലോൻ ടി വി ഉണ്ടായിരുന്നു. ശാലോൻ ടി വിയിൽ കുർബാന ഒക്കെ വന്ന സമയത്ത് ചില അച്ഛന്മാർ പറഞ്ഞത് അതിനെ എതിർത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്
അത് പരസ്യമായി കാണിക്കാനുള്ളതല്ല. പിതാക്കന്മാർ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പരസ്യമായി അങ്ങ് ചൊല്ലാനുള്ളതല്ല വിശുദ്ധ കുർബാന എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പറഞ്ഞവരും മാറ്റിവെച്ചു. പിന്നീട് ഓരോ കാര്യങ്ങൾ വന്നു. ഞാനതിനെക്കുറിച്ച് വിമർശിക്കാൻ പറയുന്നതല്ല. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ ഓർക്കണം. ഈ അന്യഭാഷ എന്ന് പറയുന്നത് കവലയ്ക്ക് വിളിച്ചു പറയാനുള്ളതല്ല. അതൊക്കെ മഹത്വകരമായ ആത്മാവിൻ്റെ അനുഭവങ്ങളാണ്, കൃപാവരങ്ങളാണ്. അതൊക്കെ സഭയ്ക്കുള്ളിൽ ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു പരസ്യ സ്ഥലത്ത് ഒരു വലിയൊരു പരസ്യ യോഗം നടത്തുമ്പോൾ അവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെടാൻ സാധ്യതയാകും. ഞാൻ അന്യഭാഷയെ മാനിക്കുന്ന ഒരാളാണ്, അതിനെ ഭയപ്പെടുന്ന ഒരാളാണ്, കൃപാവരങ്ങൾ എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ദാഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അതെല്ലാം കവലയ്ക്ക് നിന്ന് പറയാനുള്ളതല്ല. അതൊക്കെ സഭയ്ക്കുള്ളിൽ ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ സ്വയം ആത്മീയ വർധന വരുത്തുവാൻ, സഭയുടെ ആത്മീയ വർധനയ്ക്കും എല്ലാമായിട്ടുള്ളതാണ്. പൗലോസ്ലീഹ ആദിമ സഭയിൽ തന്നെ അതിൻ്റെ ഉപയോഗത്തിലൊക്കെ ചില അതിര് കടന്നപ്പോൾ കർശനമായി അന്ന് പൗലോസ്ലീഹ ശാസിച്ചിട്ടുണ്ട് വിശ്വാസികളെ. അതൊക്കെ കൊരിന്ത്യലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വിശ്വാസികൾ ഇതെല്ലാം ഒരു അതിര് വിട്ടുള്ള രീതിയിലേക്ക് വന്നപ്പോൾ, കൊരിന്ത്യ സഭയിലൊക്കെ ഇതെല്ലാം ഒരു അതിര് വിട്ട രീതിയിലേക്ക് വന്നപ്പോൾ അത് അങ്ങനെയൊന്നും പറയാനുള്ളതല്ല, നിങ്ങൾ മിണ്ടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് പൗലോസ്ലീഹ ശാസിക്കുന്നതായ കാര്യങ്ങളെല്ലാം ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എല്ലാം പരസ്യപ്പെടുത്താനുള്ളതല്ല, രഹസ്യമായ അനുഭവങ്ങളാണ്, സഭയ്ക്കുള്ളിലെ അനുഭവങ്ങളാണ്. കൂടാരത്തിൻ്റെ അകത്ത് കടന്നു വന്നവൻ മാത്രം. എന്തുകൊണ്ടാണ് ആ മൂടിവരെയെല്ലാം ഇട്ടത് മൂടി വച്ചിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ കാര്യങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാനും പഠിക്കാനും ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാം. കർത്താവ് മറിഞ്ഞു കിടക്കുന്നതായ അനേക ആത്മീക സത്യങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. വരുവാനുള്ള നന്മകളുടെ നിഴലാണ് ന്യായപ്രമാണം. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ നിഴൽ, ഈ കൂടാരം, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. ഏതാണ്ടൊരു ആശയം, സമാഗമന കൂടാരത്തെക്കുറിച്ച് ഏതാണ്ടൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. സമാഗമന കൂടാരം 4 കാര്യങ്ങൾക്ക് സാദൃശ്യമാണ്. വാസ്തവത്തിൽ അതിൽ ഓരോ കാര്യങ്ങളിലും ക്രിസ്തുവാണ് നിലനിൽക്കുന്നത്, യേശു ക്രിസ്തുവാണ് നിറഞ്ഞെടുക്കുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടതായ ആത്മീക മർമ്മങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ്, സഭയ്ക്ക് നിഴലാണ്, വിശ്വാസികളായ നമുക്ക് നിഴലാണ്. പുതിയ ആകാശവും പുതിയ ഭൂമി, നിത്യസ്വർഗം, സ്വർഗത്തിലെ ആലയം, അതിൻ്റെ പ്ലാൻ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. നീ കണ്ട മാതൃക പ്രകാരം തന്നെ അതിനെ ഉണ്ടാക്കണം. എന്നിട്ട് ഓരോന്നും മോശയ്ക്ക് പറഞ്ഞും വിവരിച്ചും വിശദീകരിച്ചും കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്ക് ഒരു മന്ദിരമുണ്ടാക്കണം, വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നവനായ ദൈവം ഒന്നാമതായി കെട്ടിയുണ്ടാക്കിയ ആലയമാണ് സമാഗമന കൂടാരം. അത് യാത്രയുടെ കാലത്തെ ഉണ്ടായുള്ളൂ. അവരുടെ യാത്രാവേളയിൽ സമഗമന കൂടാരം,
സമഗമനം, അവർ ഗമനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നടുവിൽ വസിക്കാനായിട്ടുണ്ടാക്കിയതാണ്. ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരിത് അവിടെ വിടർത്തി കെട്ടും. നാം ചിത്രത്തിൽ കണ്ടതുപോലെ അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ശേഖേനായി ഇറങ്ങി നിൽക്കും മേഘം. അവർ മേഘത്തിൻ്റെ കീഴിലാണ് ഇസ്രായേലിനെ യാത്ര ചെയ്യുന്നത്. മേഘത്തിൻ്റെ കീഴിലാണ് യാത്ര ചെയ്യുന്നത്. അവരിങ്ങനെ പാളയത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ മേഘം നിൽക്കുന്നു, മേഘം ചലിക്കുന്നില്ല, മേഘം നിൽക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകും അവിടെ പാളയമടിച്ച് താമസിക്കണമെന്ന്. അവിടെ പാളയമടിച്ച് സമാഗമന കൂടാരം എല്ലാം കെട്ടി അവർ പാളയമടിച്ച് താമസിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ശേഖേന ഇറങ്ങി സമാഗമന കൂടാരത്തിൽ നിന്ന്, മേഘത്തിൽ നിന്ന് ശേഖേന ഇറങ്ങി അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി നിൽക്കുന്നതായ ശേഖേന ആ മേഘം പൊങ്ങുന്നത് അവർ കാണുമ്പോൾ, അടയാളം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവിടുന്ന് പാളയം യാത്ര പുറപ്പെടാനുള്ള സമയമായെന്ന്. മേഘം പൊങ്ങിക്കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവരിതെല്ലാം അഴിക്കും. അതിൻ്റെ കുറ്റികളും കൊളുത്തുകളും ഒക്കെ അഴിച്ച് കുറ്റികളൊക്കെ ഊരി ഇത് മറശ്ശീലയും വാതിൽമറയൊക്കെ മടക്കി കെട്ടി, യാഗപീഠം ചുമക്കാൻ ആളുണ്ട്, അങ്ങനെ സാക്ഷ്യപ്പെട്ടവൻ ചുമക്കാൻ ആളുണ്ട്, അതൊക്കെ യാത്രയിൽ കൊണ്ടുപോകത്തക്കൊണ്ട് അഴിച്ച് മടക്കി കെട്ടി തിടുക്കത്തിൽ അവരുടെ കൂടാരങ്ങളെല്ലാം അഴിച്ചു മാറ്റി മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ ഇസ്രായേൽ പാളയത്തെ വലിയ തിടുക്കമാണ്. വാസ്തവത്തിൽ ഇന്ന് മേഘം പൊങ്ങുന്നത് കാണുകയാണ്, അടയാളം കാണുകയാണ്. അടയാളം, ഓരോ രംഗങ്ങളിലെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടാറായി എന്ന് ഓർക്കണം. സഭ പുറപ്പെടാറായി. മേഘം പൊങ്ങിക്കാണുമ്പോൾ, പാട്ടുണ്ട്, മേഘം പൊങ്ങിക്കാണുന്നേൻ നിത്യ കൂടാരത്തിൽ ചേരാറായി. മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ അവരെല്ലാം അഴിച്ചു മടക്കി അവർ യാത്ര ചെയ്യും. വീണ്ടും മേഘം നിൽക്കുമ്പോൾ അവരവിടെ വേഗം അതെല്ലാം വെച്ച് കെട്ടി വീണ്ടും സമാഗമനം കെട്ടും. യാത്രയിലാണ്, അവരുടെ യാത്രയിൽ, ഗമനത്തിൽ സമഗമന കൂടാരം, ദൈവം അവരോട് കൂടെ നടക്കാൻ, വസിപ്പാൻ, അവർ ഗമനം ചെയ്യുമ്പോൾ കൂടെ വസിപ്പാനായി കെട്ടിയുണ്ടാക്കിയ ആലയം സമാഗമന കൂടാരം. എന്നാൽ അവർ വാഗ്ദത്ത നാട്ടിലെത്തി പിന്നെ സമാഗമന കൂടാരമില്ല. അവിടെ ദൈവാലയം പണിതു. ശലോമോൻ ദൈവാലയം പണിതു. യെരുശലേം ദൈവാലയം അവനെയുള്ളൂ. യെരുശലേം ദൈവാലയം പണിത് കഴിഞ്ഞതിൽ പിന്നെ ഈ സമാഗമന കൂടാരം ഇല്ല. എന്നാൽ ആ യെരുശലേം ദൈവാലയത്തിൽ ദൈവം ഇറങ്ങി വസിച്ചു. ആ യെരുശലേം ദൈവാലയം അത് കള്ളന്മാരുടെ ഗുഹയായി മാറിയപ്പോൾ കർത്താവ് യെരുശലേം ദൈവാലയം വിട്ട് ഇറങ്ങി. ദൈവ സാന്നിധ്യം മാറ്റപ്പെട്ടു പോയതാ യെരുശലേം ദൈവാലയത്തിന് അധികകാലം നിലനിൽപ്പുണ്ടായില്ല. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയി. ഇന്നും ആ ദൈവാലയം പണിതിട്ടില്ല. അപ്പോൾ യെരുശലേം ദൈവാലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം മാറിപ്പോയി, ആലയം തകർന്നു പോയി. ദൈവം ഒരു പുതിയ ആലയം പണിതു. അതാണ് സഭ. ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തോലന്മാരും മറ്റും വിശ്വാസികളായ നാമും അവനോട് ചേർന്ന് പണിയപ്പെടുന്ന, കല്ലുകളായി ചേർന്ന് പണിയപ്പെടുന്ന ആലയമായ സഭ. ഇന്ന് ദൈവ തേജസ് നിറഞ്ഞു നിൽക്കുന്നത് സഭയിലാണ്. എന്നാൽ ഇനി യെരുശലേമിൽ ദൈവാലയം പണിയും. ഇന്നിപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ നടക്കുന്നതായ കാര്യങ്ങളെല്ലാം, അതിൻ്റെ തുടക്കമെല്ലാം പലസ്തീനാണ്. അവൻ്റെ ആലയം എവിടെയെങ്കിലും പണിയാൻ പറ്റില്ല. അന്ന് ദാവീദ് യെബൂസിനായ ഒർന്നാനോട് വിലയ്ക്ക് വാങ്ങിയ യെബൂസിൻ്റെ കളത്തറയിൽ അത് പണിയാൻ പാടുള്ളൂ. ആലയം അതിരുന്ന സ്ഥാനത്ത് തന്നെ പണിയപ്പെടും, അവിടെ തന്നെ അത് പണിയപ്പെടും. എന്നാൽ ആ ആലയം പണിയപ്പെട്ട് ആ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി നിറയുന്നതിന് മുമ്പായി ഈ കാലത്തെ ആലയമായ സഭയാകുന്ന ആലയം അത് എടുക്കപ്പെടും. കർത്താവ് മടങ്ങി വരികയും സഭ എടുക്കപ്പെടുകയും ചെയ്യും. കാലമെടുത്തു വന്നു. നമുക്കിനി അധികകാലം ഈ ഭൂമിയിലില്ല.
സഭായുഗം കഴിയാറായി. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. നമുക്കൊരുങ്ങണം. കർത്താവേ, അവിടുന്ന് വസിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമായി, ദൈവം സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട് എന്നും പറഞ്ഞ് നടക്കുകയല്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ ശിശുപാലകനായ തന്നെ ന്യായപ്രമാണം, ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും യേശുവുള്ളവരാക്കി മാറ്റണം. യേശുവിൻ്റെ അരിയിലേക്ക് എത്തിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിയവനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ തിരുവചന സത്യങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കാലത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകളുടെ നിഴൽ പഠിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതെല്ലാം അനുഭവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വത്തോടെ എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.